ജലപ്പരപ്പിൽ വളരുന്ന പുഷ്പിക്കുന്ന സസ്യമാണ് കുളവാഴ. കായലിലും തോട്ടിലും കുളവാഴയുടെ വ്യാപനം മൂലം സാരമായ പരിസ്ഥിതി ജൈവ വ്യവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. കർഷകർ ഇതിനെ കളയുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. ഈ കള മനോഹരമായി പുഷ്പിക്കുന്ന ഒരു സസ്യമാണ്. സ്വാഭാവിക ജലത്തിന്റെ നീരൊഴുക്ക് തടഞ്ഞ് ബോട്ട് സർവീസ്, മത്സ്യബന്ധനം എന്നിവ തടസ്സപ്പെടുത്തുന്നു. ഈ കള വളരുന്ന സ്ഥലത്തെ വെള്ളത്തിലേക്ക് ഓക്സിജൻ കടത്തിവിടാത്തതിനാൽ ജീവജാലങ്ങൾക്ക് ഇതൊരു ഭീഷണിയാകുന്നു. കുളവാഴ കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ. കുളവാഴ ജലത്തിൽ ഓക്സിജൻ അളവ് കുറയ്ക്കുകയും ബാഷ്പീകരണത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. അതിലൂടെ ജലജീവികളുടെ ജീവന് ആപത്താകുന്നു. മത്സ്യങ്ങളുടെ എണ്ണത്തിൽ സാരമായ കുറവുണ്ടാകുന്നു. നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നു. ജലം മലിനമാക്കുന്നു. കനാലുകളുടെയും ജലാശയങ്ങളുടെയും ജലനിരപ്പ് കുറയ്ക്കുന്നു. മറ്റു ജീവജാലങ്ങൾക്ക് ശുദ്ധമായ ജലം കിട്ടുന്നില്ല. ഉയർന്ന അളവിലുള്ള നൈട്രജന്റെയും ഫോസ്ഫറസും, തടാകത്തിന്റെ ആഴം കുറഞ്ഞ സ്വഭാവം, പ്രദേശത്തിന്റെ അനുയോജ്യമായ കാലാവസ്ഥ എന്നിവ കുളവാഴ വളരാൻ കാരണമാകുന്നു. വർദ്ധിച്ച മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പോഷക സമ്പുഷ്ടീകരണവും ഇത് വളരാൻ കാരണമാകുന്നു. ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം എന്നിവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വളമായി ഉപയോഗിക്കാം. ഉണക്കിയ കുളവാഴ കാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുളവാഴയുടെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലൂടെ ജോലി സാധ്യത കൂടുന്നു. കുളവാഴ കൊണ്ട് വിവിധ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാവുന്നതാണ്. ചിത്രം വരയ്ക്കാൻ ക്യാൻവാസ്, പേന തുടങ്ങിയവ.